ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വിയറ്റ്നാമിലിവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ മഴയുമില്ല, പോരാത്തതിന് ഞായറാഴ്ചയും. പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, എല്ലാവരും കൂടി ബക്നിങ്ങിലേക്ക് വിട്ടു, പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസ് ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സ്വാദാണ്. പക്ഷേ എനിക്ക് വെറൈറ്റി ഓഫ് ഫുഡുകൾ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു. ശേഷം ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെയുള്ളത് കാത്തിരിപ്പായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ളൊരു കാത്തിരിപ്പ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം വിട്ടതാ ഞങ്ങളുടെ മുന്നിലേക്ക് ഈ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ഫുഡ് ഐറ്റംസ് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. മീറ്റും ഫിഷും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിഷാണ്. ഫിഷിൻ്റെ ഈ ഒരു ഡിഷ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ആ ചുറ്റിക്കൊണ്ട് വരുന്ന നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക്, എന്നിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ഒരു എന്താ പറയുക ഒരു ഗ്രേവി. ശരിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേറൊരു വെറൈറ്റി ഇതും ഇതേപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അതിൻ്റെ കൂടെ ഒരു മീറ്റാണ് കഴിക്കാനുണ്ടായിരുന്നത്, പോർക്കായിരുന്നു. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റങ്ങളെല്ലാം കഴിച്ച് ഞങ്ങളുടെ വയറ് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അതും കൂടി ആയപ്പോഴത്തേക്ക് വയറങ്ങട് നിറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കൂടെ ഉണ്ടല്ലോ, അവരിതൊക്കെ കഴിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു ഫുഡ് ഐറ്റമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ല കുറച്ച് മൊമെൻറ്റ്സ്, ഭക്ഷണം, ആൾക്കാർ, ഇങ്ങനത്തെ ഒരു ദിവസം എന്നൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബൈ.